ഇതൊക്കെ നിങ്ങൾ കേരള സ്റ്റോറി എന്ന് പറഞ്ഞിട്ട് സ്നേഹസാഗരം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നൗഷാദ് ബാക്കവിയാണ്. സ്നേഹസാഗരം തുടങ്ങിയതിന് ശേഷം ഇത്രയേറെ സന്തോഷമുള്ള മറ്റൊരു ദിവസം ഉണ്ടായിട്ടില്ല. എന്ത് രസമായിരുന്നു ഇന്നത്തെ സായാഹ്നം. പ്രിയപ്പെട്ട ഭാരതി അമ്മ, എല്ലാവർക്കും ഇഷ്ടമാണ്. സ്നേഹസാരം കാണാൻ വരുന്ന മുഴുവൻ ആളുകൾക്ക് അമ്മ ഇഷ്ടമാണ്. പാടാൻ പറയുമ്പോൾ ഭക്തിഗാനങ്ങൾ പാടുന്ന, കഥ പറയുന്ന പാവപ്പെട്ട അമ്മ. ശരീരം മുഴുവനും വേദനയാണ്. ഈ ഉത്സവം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണല്ലോ ഇപ്പോൾ ക്ഷേത്രങ്ങളിൽ. ഈ അമ്മയാണെങ്കിൽ ക്ഷേത്രങ്ങളെ അടിച്ചു വാരാൻ, വൃത്തിയാക്കാനൊക്കെ പോകുന്ന ഒരുപാട് ഉത്സവപ്പറമ്പുകൾ നടന്നിട്ടുള്ള അമ്മയാണ്. അമ്മ എന്നോട് പറഞ്ഞു, ഉസ്താദേ, എനിക്കൊരാഗ്രഹമുണ്ട്. എൻ്റെ കുടുംബക്ഷേത്രത്തിലെ ഉത്സവം നടക്കുന്നു എന്ന് ആരോ പറഞ്ഞു. അതുകൊണ്ട് എനിക്ക് അവിടം വരെ ഒന്ന് പോകണം. ഒട്ടും താമസിപ്പിച്ചില്ല. ഞാൻ അവിടുത്തെ കമ്മിറ്റി സംഘാടകരെ വിളിച്ചു. വിശ്വനാഥൻ സാർ അവിടെ ഉണ്ട്, അനിൽകുമാർ ഉണ്ട്. അവരൊക്കെ കോണ്ടാക്ട് ചെയ്തു, കൊണ്ടുവരാൻ പറഞ്ഞു. ഞാനങ്ങനെ അമ്മയെ സ്നേഹസാഗരത്തിന്റെ സ്റ്റാഫുകളോടൊപ്പം അവിടെ കൊണ്ടുപോയി. എന്തോ ഒരു രംഗമായിരുന്നു അത്. പുതിയ വസ്ത്രമൊക്കെ ധരിച്ച് ഊരൂട്ട് മണ്ഡപം തമ്പുരാൻ ക്ഷേത്രത്തിന്റെ മുമ്പിൽ അവർ ചെന്ന് നിൽക്കുമ്പോൾ നിറകണ്ണുകളോട് അവർ നടത്തിയ പ്രാർത്ഥന മറക്കാൻ കഴിയില്ല. ജാതി മതങ്ങൾക്ക്, മതത്തിന്റെ മതിൽക്കെട്ടുകൾക്കപ്പുറത്തേക്ക് സ്നേഹം മനസ്സിനെ വല്ലാണ്ട് സ്വാധീനിച്ച നിമിഷമായിരുന്നു. ഇനി പറയും, ഇതൊക്കെയല്ലേ ശരിക്കും നമ്മുടെ കേരള സ്റ്റോറി. ആ കണ്ണിൽ വെള്ളം നിറച്ച് നിന്നിട്ടുള്ള ആ പ്രാർത്ഥന ഉണ്ടല്ലോ, അത് കിട്ടിയാൽ മതി രക്ഷപ്പെടാൻ. എന്നാൽ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോ, ആരും നോക്കാതെ സ്നേഹസാഗരത്തിൽ ജീവിക്കണ അമ്മയാണ്. എന്നാലും കുടുംബങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചത് നിങ്ങൾ ശ്രദ്ധിച്ചോ. എന്തായാലും ഭാരതിയമ്മക്ക് ഇനിയും ഒരുപാട് ക്ഷേത്രങ്ങൾ കാണാനുള്ള ഭാഗ്യം ഉണ്ടാവട്ടെ. ഉസ്താദിന് ഒരുപാട് അമ്മമാരുടെ അതേപോലത്തെ ആഗ്രഹങ്ങൾ സാധിപ്പിച്ചു കൊടുക്കാനും അതേപോലെ ആഫിയത്തുള്ള ദീർഘായുസ്സും ഉണ്ടാകട്ടെ. മനസ്സിക്ക് വല്ലാതെ സന്തോഷം തോന്നിയ ഒരു വീഡിയോ. ഇതൊക്കെയല്ലേ ശരിക്കും നമ്മുടെ കേരള സ്റ്റോറി.